ബ്രോ അപ്പം ബ്രോ ഇത് കാണാമോ ബ്രോ? വൈ ഡു പീപ്പിൾ ഫോളോ ദ എൻറ്റയർ പർപ്പസ്? ഇതൊക്കെയാണ് നമ്മൾ സക്സസ്ഫുൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഡിറ്റർമിനിങ് യുവർ നീഷ്. ആർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബിസിനസ് ചെയ്യണോ? ഇനി കരിയർ പ്രൈറ്റർ ആയിക്കോട്ടെ, ബിസിനസ് മാൻ ആയിട്ട്, ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവരെല്ലാവരും ചെയ്യേണ്ട സാധനം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. അൽഗുരിതം ബൂട്ട് ക്യാമ്പ്. ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗുരിതം എങ്ങനെ മനസ്സിലാക്കും, കണ്ടന്റ് സിസ്റ്റം, ഓക്കെ, ഗ്രോത്ത് ഹാക്കിങ്, ചെറിയ ട്രിക്കുകൾ, ബിൽഡിംഗ് കൾട്ട് ലൈക്ക് ഓഡിയൻസ്. നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു ഓഡിയൻസിന് എങ്ങനെ, എന്താണ് അതിന്റെ സ്ട്രാറ്റജി? ചാറ്റ് GPT ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ റീൽസിന്റെ എല്ലാ സ്ക്രിപ്റ്റും തയ്യാറാക്കി എടുക്കുക, നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ബിസിനസ് പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതെല്ലാം ഇതിനകത്ത്. ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ സെറ്റ് ചെയ്യാനുള്ളത്, റിയൽ ലൈഫ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ക്ലാസ് റെക്കോർഡിങ്സ്, ഇത് നമ്മുടെ പണ്ടത്തെ ഇന്റർനാഷണൽ ഔട്ട്റീച്ചും അതിന്റെ പ്രൂഫും. പ്രോഡക്റ്റ് ആൻഡ് ഓഫേഴ്സിൽ ആൻഡ്രൂ ടേറ്റിന്റെയും ഹിമാങ്കാസിയുടെയും ഡിജിറ്റൽ ലോൺ പേജ് 180 ഈ കോഴ്സുകൾ റീസെല് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ. ടൂൾസ് ആൻഡ് റിസോഴ്സസിനകത്ത് ഇതുണ്ട്. എങ്ങനെ നിങ്ങളുടെ കസ്റ്റമർ, ഇപ്പൊ ബ്രോ ചാറ്റ് GPT ആണ്, സോഫ്റ്റ്വെയർ ആണ് സെയിൽ അടിക്കുന്നത്, എങ്ങനെ നിങ്ങളുടെ കസ്റ്റമർ ആരാന്ന് കണ്ടുപിടിക്കാനുള്ള അവതാർ വർക്ക്ഷീറ്റ് ആണിത്. ഡിജിറ്റൽ പ്രോഡക്ട്സ് അല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇത് അതിലും വലുതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാളെ സ്വന്തമായിട്ട് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കും, ഓക്കെ, നാളെ ഒരു എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള എല്ലാ സംഭവമുണ്ട്. ഡിജിറ്റൽ പ്രോഡക്റ്റ് സെയിൽ അടിക്കാൻ ഇതിനകത്ത് ആക്ച്വലി ലേസി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പണിയാണ്. ഇതിനകത്ത് ലേസി ആയിട്ടുള്ള ചെയ്യുന്ന ആള് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് വകുപ്പുകൾ, ഓഡിയോ ഒന്ന് ഞാൻ കട്ട് ചെയ്യുവാണ്. അപ്പൊ ഇതിനകത്ത് ലേസി ആയിട്ടുള്ള ആൾക്കാർ ഡിജിറ്റൽ പ്രോഡക്ട്സ് വന്നിട്ട് ഇതിനകത്ത് കുറെ കോഴ്സ് ഉണ്ട്. ഏറ്റവും ലേസി ആയിട്ടുള്ള ആൾക്കാർ എന്തോ ചെയ്യുന്ന പറയാം, ഇതിനകത്ത് കുറെ കോഴ്സ് ഉണ്ട്, ഈ കോഴ്സ് എടുത്ത് റീസെൽ ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കാം. ഓക്കെ, ലേസി ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇച്ചിരി കൂടെ ലേസിയാണ്, എന്നാൽ ഇച്ചിരി കൂടെ ഒരു മോട്ടിവേഷൻ ഉണ്ട്, എന്നാലും ലേസി ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്ന അറിയോ, ഇതിനകത്ത് കുറെ റീൽസ് ഉണ്ട്, ഈ റീൽസ് എല്ലാം എടുത്ത് അങ്ങ് റീ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇച്ചിരി കൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉള്ള ഒരാളാണെങ്കിൽ ഇതിനകത്ത് കുറെ കോഴ്സ് ഉണ്ട്, ഈ കോഴ്സിനകത്ത് എന്തോ ഇൻഫർമേഷൻ നോക്കാം, ഇൻഫർമേഷൻ മനസ്സിലായി, ഇത് വെച്ച് എനിക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് തിങ്ക് ചെയ്യും. ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കണം, ഓക്കെ, ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി ഇതിന് ടെംപ്ലേറ്റ്സ് വേണം. ഈ കോഴ്സിനകത്ത് ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ സോഫ്റ്റ്വെയറും അതല്ല വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ക്ലിപ്സും ഫുട്ടേജസും ഉണ്ട്. അപ്പൊ ഈ ഫുട്ടേജസ് ഒക്കെ എടുത്ത് എനിക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എങ്ങനത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യും, എന്റെ ഫസ്റ്റ് വീഡിയോ ഇതാണ്. അപ്പൊ ഈ കോഴ്സിനകത്ത് പറയുന്നുണ്ട് എങ്ങനെ ഈ വീഡിയോ ചാറ്റ് GPT ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഞാൻ പോയി കാണട്ടെ, ഓക്കെ, എന്നിട്ട് ഞാൻ ക്രിയേറ്റ്, എന്നിട്ട് എന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത് ഈ സ്റ്റെപ്സ് എടുത്ത് ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തെടുത്തു ഒരുത്തൻ. അവൻ ഇച്ചിരി കൂടെ സ്റ്റെപ്പ് എടുത്ത് ഇനി അടുത്ത ആള് വന്നിട്ട് അടുത്ത ആള് വരുന്നത് എനിക്ക് ഓൺലൈനിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് അല്ല, എനിക്ക് ഓൺലൈനിൽ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് സെയിൽ അടിക്കണം, എനിക്ക് ഓൺലൈനിൽ GoPro സെയിൽ അടിക്കണം. ഓക്കെ, ഉണ്ട് ഞാൻ വന്നിട്ട് പറഞ്ഞു തരിക, ബ്രോ ഓൺലൈനിൽ സെയിൽ അടിക്കാൻ നിന്റെ GoPro വേണ്ട, നിന്റെ ഓഡിയൻസിന് എന്തോ വേണ്ടതെന്ന് മനസ്സിലാക്കണം, അവരുടെ ഓഡിയൻസിന് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം, ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ അവൻ പോയിട്ട് അവന്റെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത്, അവൻ പോയി അവന്റെ ലോഗോ ക്രിയേറ്റ് ചെയ്ത്, അവൻ പോയി അവന്റെ പേരിട്ട് ബ്രാൻഡിന്, അവൻ പോയി അവന്റെ ഇതിട്ട്, അവന്റെ പ്രോഡക്റ്റ് ലിങ്ക് കണ്ടുപിടിക്കാനുള്ള പേജ് നോക്കി, ഷോപ്പിഫൈയിൽ അവൻ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത്, ഓക്കെ, അവനൊരു ഡൊമൈൻ എടുത്ത്, അവനൊരു ഇമെയിൽ എടുത്ത്, ഇതെല്ലാം എടുത്ത്, എന്നിട്ട് അവൻ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് അവൻ റീൽസ് ഇട്ട്, എന്നിട്ട് ആ റീൽസിൽ അവന് കമന്റ് കിട്ടി, എന്നിട്ട് അവന്റെ GoProയുടെ ലിങ്ക് അവൻ അതിനകത്ത് ഇട്ട്. അപ്പൊ ആ ലിങ്ക് ഇടാനുള്ള എല്ലാ എക്സ്ട്രാ സ്റ്റെപ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ ലിങ്ക് ഇട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ പറയാം. അപ്പൊ അതിന്റെ വീഡിയോസ് അവൻ പോയി കണ്ട്, അവനായിട്ട് പോയി യൂട്യൂബ് വീഡിയോസ് വേറെ റിസർച്ച് ചെയ്തുകൊണ്ട് എങ്ങനെ ലിങ്ക് ഇടുമെന്ന്, എന്നിട്ട് അവൻ ആ ലിങ്ക് ഇട്ട്, അങ്ങനെ അവനൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ബ്രോ കേട്ടോ, ഫസ്റ്റ് ലേസി ആയിട്ടുള്ള ആള് 1 ലക്ഷം രൂപ ഉണ്ടാക്കുമായിരിക്കും ആ കോഴ്സുകൾ റീസെന്റ് ചെയ്ത്. രണ്ടാമത്തെ ആള് ഇച്ചിരി കൂടെ കൂടുതൽ ഉണ്ടാക്കും, 2 ലക്ഷം ഉണ്ടാക്കിയിരിക്കും. അല്ലാതെ ഒരു ഇത് തുടങ്ങി ഡിറ്റർമിൻ ചെയ്ത് ഇട്ടവൻ അവൻ 1 ലക്ഷം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അവൻ കൺസിസ്റ്റന്റ് ആയിട്ട് 1 ലക്ഷം ഉണ്ടാക്കിയിരിക്കും. ഇതെല്ലാം ചെയ്തിട്ട് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരാള് അവൻ എന്തോ ഉണ്ടാക്കും. ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരാള് ആദ്യം ഈ കോഴ്സ് റീസെല് ചെയ്തവൻ 30 ദിവസത്തിനുള്ളിൽ പൈസ ഉണ്ടാക്കി കാണാം. പക്ഷെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തവൻ 3 മാസം കഴിഞ്ഞിട്ടും പൈസ ഉണ്ടാക്കി കാണത്തില്ല. പക്ഷെ അവൻ എവിടെയോ എത്തിക്കാണും, അവൻ കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കാണും. അപ്പൊ നാളെ അവൻ ഈ സാധനം ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും അവൻ 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടായിരിക്കും 1 ലക്ഷം ഉണ്ടാക്കുന്നത്. ബിക്കോസ് അവനിപ്പോൾ അവൻ്റെ ഒരു പ്രോസസ് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പേജ് ഉണ്ട്, ആൾക്കാരുണ്ട്, ഓഡിയൻസ് ഉണ്ട്,
അവന്റെ ലിങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൾക്കാർ കയറി ഓട്ടോമാറ്റിക് അവനൊരു ഫുൾ ബ്രാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ആഡ്സ് റൺ ചെയ്ത് തുടങ്ങി. മനസ്സിലായി? അപ്പൊ ഇതെല്ലാം ഓരോ ലെവൽസ് ആണ്. എന്ത് ലെവലിലും നമുക്ക് സാധനം കളിക്കാം ഓൺലൈൻ സ്പേസിൽ. അതിൽ പല ലെവൽസിലും പല ലെവൽ ഓഫ് ആക്ഷൻസും പല ലെവൽ ഓഫ് സംഭവങ്ങളും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏത് ലെവലിലാണ് നിങ്ങൾക്ക് പിടിക്കേണ്ടത് എന്ന് ഈ ഇൻസ്റ്റാ ബ്ലൂ പ്രിന്റിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ ഇൻസ്റ്റാ ബ്ലൂ പ്രിന്റ് രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ലെവലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും പല ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനൊരു ലെവൽ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിജിറ്റൽ പ്രോഡക്റ്റ് എടുത്ത് കോടികൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ച്, അത് അവർക്ക് അറിഞ്ഞുകൂടാ. ഡിജിറ്റൽ പ്രോഡക്റ്റ് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കുറെ പേർക്ക് അറിയാം, പക്ഷെ കോടികൾ ഉണ്ടാക്കാൻ പറ്റും, അതൊരു ബിസിനസ് ആയി മാറ്റാൻ പറ്റും. നാളെ എനിക്ക് പോയി വേറെ ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കാൻ പറ്റും. അതൊന്നും അറിഞ്ഞൂടാ. അതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റാ ബ്ലൂ പ്രിന്റിൽ. എന്നിട്ട് ആ വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ റോബോട്ട് കേസാക്കിയിട്ട് റിച്ച് ഡാഡ് പൂർ ഡാഡ് ബുക്ക് കണ്ട് വായിച്ചു വന്നിരിക്കട്ടെ. എനിക്ക് ഇൻഫർമേഷൻ മനസ്സിലാവും. ഓരോ ആഴ്ചയിൽ ഞാനത് വായിച്ചു തീർന്നു. ഇപ്പൊ എന്റെ അവയർനെസ് മാറി, എന്റെ ചിന്താഗതി മാറി, ഞാൻ വേറെ ആളായി. ഓക്കെ, ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഞാൻ വായിച്ചു. പകരം ഞാൻ ഇവിടുന്ന് പ്ലെയിൻ കയറി നേരെ റോബോട്ട് കവാസാക്കിയുടെ വീട്ടിൽ പോയിരിക്കട്ടെ. വീട്ടിൽ പോയി പുള്ളിക്കാരന് ഒരു $50,000 കൊടുത്തിട്ട് പുള്ളിയുടെ കൂടെ രാവിലെ പുള്ളി എണ്ണീക്കുന്ന സമയത്ത് എണ്ണീക്കുന്നു, പുള്ളിയുടെ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നു, പുള്ളി കാര്യങ്ങൾ ഇങ്ങനെ നിന്ന് പറഞ്ഞു തരുന്നു, കാര്യങ്ങൾ ഇങ്ങനെയാണ് സാധനം, ഇങ്ങനെയാണ് സാധനം, ഇങ്ങനെ പറഞ്ഞു. അതെന്തോന്നറിയോ? അത് ഫാസ്റ്റസ്റ്റ് വേ ടു സെൽഫ് സക്സസ് ആണ്. ദ ഗ്യാരണ്ടീഡ് വേ ടു സക്സസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ വിടാതെ എല്ലാ ദിവസവും സെൽഫ് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ദിവസം സക്സസ് കണ്ടിരിക്കും. പക്ഷെ ഫാസ്റ്റസ്റ്റ് വേ ടു സക്സസ് എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി ആണ്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വീഡിയോ കോളിൽ വന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ്, ഞാൻ നിനക്ക് കറക്റ്റ് ബോംബാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായി? ഞാനൊരു ബുക്ക് എഴുതി വെച്ച് നീ അത് വായിക്കുന്ന പോലെയല്ല, ഞാൻ നിനക്ക് കറക്റ്റ് സാധനം, നീ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ കറക്റ്റ് എക്സാക്ട് പീസ് ഇട്ട് വരിക. അതാണ് പ്രോക്സിമിറ്റി, അതാണ് ഫാസ്റ്റസ്റ്റ് വേ ടു സക്സസ്. സോ അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത്. എന്റെ ഫാസ്റ്റസ്റ്റ്, എനിക്ക് സക്സസ് വരാൻ ഇത്ര ഫാസ്റ്റിന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 3 വർഷമായുള്ളൂ ഇത്ര ഫാസ്റ്റിന്. പക്ഷെ എന്റെ സക്സസ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ പല ആൾക്കാരുടെ വീഡിയോ കോളിൽ വന്നിട്ട് പ്രോക്സിമിറ്റിയിൽ വരും. എനിക്ക് അടുത്ത സ്ഥലത്തോട്ട് എത്താനുള്ള പീസ് ഞാൻ എത്ര ബുക്കും ഇൻഫർമേഷനും എന്റെ കയ്യിലുള്ള മൊഡ്യൂൾസ് എല്ലാം ഇരുന്ന് ഞാൻ വാച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ആ മൊഡ്യൂൾസ് ഓൾറെഡി വായിച്ച് എന്നെ കാട്ടി ഇച്ചിരി കൂടെ മുന്നിലോട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റുമായിട്ട് ഞാൻ വീഡിയോ കോളിൽ വന്നിട്ടാ നീ എങ്ങനെ ഇത് സെറ്റ് ചെയ്തത്, എന്തോ അതിന്റെ സംഭവം, അത് ഇങ്ങനെ കണ്ടത്, എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ ഇൻട്രസ്റ്റ് നമ്മൾ ഇതാണ്ട് ഞാൻ ഇത് പറഞ്ഞ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പൊ അവർ ഇവിടെ എത്തി, എന്നിട്ട് പിന്നെ ഞാൻ ഇൻട്രസ്റ്റ് ക്രിയേറ്റ്, പിന്നെ അവർ ഇവിടെ എത്തിച്ചു. അങ്ങനെ ഓരോ സ്പോട്ട് വെച്ചാൽ ഞാൻ എത്തിക്കുന്നത്. അതാണില്ലേ ബൂം, മനസ്സിലായോ? എന്റെ ബൾബ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട സാധനം സ്കില്ലപ്പ് ആണ്. ജോണി ഓഫ് ദി എന്റർപ്രണർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കില്ലപ്പ്. ആദ്യം നിങ്ങൾക്ക് സ്കില്ല് വേണം. ഒരു ഡോക്ടർ ആണോ, ഡോക്ടറിൻ്റെതായിട്ടുള്ള സ്കില്ല് വേണം. ഡോക്ടർ അത് പോയി പഠിക്കണം. അപ്പൊ ഹൈ പേയിങ് സ്കില്ല് വേണം. അപ്പൊ ഞാൻ ഹൈ പേയിങ് സ്കില്ലാണ് ഇത്ര നാൾ പഠിച്ചത്, എക്സ്പെരിമെന്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി. അപ്പൊ സ്കില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അത് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇപ്പോഴാണ് ഞാൻ പൈസ ഉണ്ടാക്കിയത്. സ്റ്റാർട്ടപ്പ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കെയിലപ്പാ. സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഇപ്പോഴും വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പോയി എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഓരോ ആൾക്കാരെ ഹയർ ചെയ്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ എന്റെ സ്കെയിലപ്പ് സ്റ്റേജിലാണ്. പക്ഷെ എനിക്കൊരു വലിയ ഗോളുണ്ട്. ആ ഗോളിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിന്റെ ഒരു പീസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഞാനിപ്പോ നിന്റെ അടുത്ത് സംസാരിക്കുന്നത്. നാളെ അങ്ങോട്ട് അപ്പം ഇങ്ങനെ ഒരു വലിയ ഗോൾ എടുത്തു വെക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ആൾക്കാർ മനസ്സിലാക്കണം എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ തിങ്ക് ചെയ്യുന്നത്, മൈൻഡ് സെറ്റ് എങ്ങനെ ഷാർപ്പ് ചെയ്യും. പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഗ്രാവിറ്റി എന്താണ് നമുക്കറിയാം. ഭൂമി താഴോട്ട് വലിക്കും, അതുകൊണ്ട് മേളിൽ നിന്ന് എടുത്ത് നമ്മൾ താഴോട്ട് ചാടത്തില്ല. നമുക്കറിയാം അതൊരു പ്രിൻസിപ്പിൾ, അത് ട്രൂ ആണ്. അതേപോലെ ട്രൂ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾക്ക് ആരും പറഞ്ഞു തരാത്ത പ്രിൻസിപ്പിൾസ് ഉണ്ട്. ബില്യനേഴ്സ് മാത്രം അറിയാത്ത പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് ആണ് അറിഞ്ഞൂടാത്തവരാണ് കൂടുതൽ സക്സസ് കാണാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ മില്യനെക്സ് അക്കാഡമി തുടങ്ങിയത്. ഈ മില്യനെക്സ് അക്കാഡമിയിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ സിസ്റ്റംസും പ്രോസസ്സും എങ്ങനെ ചെയ്യണം, എന്ത് ടൂൾസ് ഉപയോഗിക്കണം എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ മില്യനെക്സ് അക്കാഡമിയിൽ നമ്മൾ വന്ന് നിന്നിട്ട് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നല്ല പറഞ്ഞു കൊടുക്കണം. ഇവിടെ നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, നിങ്ങൾ ഡെയിലി എന്തൊക്കെ ചെയ്യണം, നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ സാധനങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്നതാണ് ബാക്കി 90% വർക്കും ആണ് മില്യനെക്സ് അക്കാഡമിയിൽ നടക്കുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കാഡമിക്കകത്ത് വെറും 10% സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സാധനം ക്രിയേറ്റ് ചെയ്തത് തന്നെ. ബ്രോ ആ ചോദിച്ചത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സംഭവം ശരി തന്നെയാണ്. ഇവര് കോഴ്സ് വെക്കണോണ്ട് ഇവര് ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവര് എന്താ ഏർണിങ്സ് ഉണ്ടാക്കി അവര് മൈൻഡ് സെറ്റ് അത്രയും ഇതായതുകൊണ്ടാണ് സംഭവം. പക്ഷെ ഇതിന് ഇപ്പൊ കുറച്ച് കോഴ്സ് ചെയ്യുന്നവരാണ് സ്കാമേഴ്സ് എന്ന് പറയുന്നത്. അതിനോട് എന്തോ ഒരു
ഒരു തോന്നല്. അതുകൊണ്ടാണ് ബ്രോ ഞാൻ ഇപ്പൊ എയുടെ അടക്കം ഒരു ഇതായിട്ട് നിക്കണത്. അതിപ്പം ബ്രോ ഇപ്പം സ്കാമേഴ്സ് എന്ന് പറയാനുള്ളവരെന്ന് പറയുന്നത് ആക്ഷൻ എടുക്കാത്ത ആൾക്കാരാണ് പറയുന്നത്. എല്ലാരും പറയുന്നത് നമ്മൾ കേൾക്കണ്ട. നമ്മളെല്ലാവർക്കും ഉള്ളതല്ല, നമ്മളെ ചില ആൾക്കാർക്ക് മാത്രം ഉള്ളതാ. ബ്രോ അടുത്ത് ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നു? ബ്രോയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ബ്രോയ്ക്ക് കാര്യങ്ങൾ അറിയാം, ബ്രോയ്ക്ക് ഡിജിറ്റൽ ബോർഡിനെ പറ്റി പഠിക്കണം, ബ്രോയ്ക്ക് ഇതാവണം, ബ്രോയ്ക്ക് നാളെ ഇത്ര മണി ഉണ്ടാക്കണം, ബ്രോയ്ക്ക് ഡെവലപ്പ് ആവണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഇപ്പൊ നാളെ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ എന്റെ അടുത്ത് സംസാരിക്കാൻ പോകത്തില്ല. യുനോ, നമ്മൾ അങ്ങനത്തെ ഒരാൾ നമ്മുടെ കോഴ്സിലോട്ട് വരുത്ത തന്നെ ഇല്ല. ബിക്കോസ് അങ്ങനെയാണ് നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പോകുന്ന എല്ലാ ക്ലയൻസും നമ്മളടുത്ത് യെസ് പറഞ്ഞ ഒരാളാണ്. എന്നിട്ട് നാളെ അയാൾ ഒരു നോ പറയുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ, നോ സീൻ, നിങ്ങൾ പൊക്കോ. ഞാൻ വിളിക്കാറുണ്ട് ബ്രോ, ഞാൻ എന്താ ഡെയിലി ഇങ്ങനെ എന്നിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇതിനകത്തൊരു ഞാൻ സ്ട്രാറ്റജി പറഞ്ഞു തരാം. ആ സ്ട്രാറ്റജി എനിക്ക് ക്ലാസ്സിൽ പറയണ്ടേ, അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ വിളിച്ചിട്ട് ഹലോ എന്റെ പേരാണ്, ആരാടാ മൈര നീ വിളിക്കുന്നത്? ഞാൻ രാവിലെ കൊണ്ട പറഞ്ഞ നമ്മളെ തെറി വിളിക്കും. അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പൊ റോങ് സമയമാണോ, ഞാൻ അത് പേഴ്സണലി എടുക്കാറില്ല. മനസ്സിലായോ? ഞാൻ വിളിച്ചത് അയാളുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ അയാൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ബിക്കോസ് അയാളുടെ ജീവിതം മാറാൻ പോവുക. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. അല്ലെങ്കിൽ പിന്നെ വിളിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും. നാളെ വേറൊരു മൂടി അയാൾ എന്റെ അടുത്ത് സംസാരിച്ചെന്നിരിക്കും. മനസ്സിലായോ? അങ്ങനെ നമ്മളിത് പല വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളത് നമ്മളെ മൈൻഡ് ചെയ്യില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ബ്രോയുടെ ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാരെ, ബ്രോയുടെ ഡയറക്ഷനിൽ വരാൻ എന്നെ എടുക്കൂന്ന് കൈ പൊക്കി പറയുന്നവര് മാത്രമേ നമ്മൾ പൊക്കാവൂ. അതുകൊണ്ടാണ് ഞാൻ ആ ടെക്സ്റ്റ് പ്ലേ അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അവന്മാരെ കൊണ്ട് പറയിക്കും എനിക്കിത് വേണം, കാരണം എനിക്ക് കാറ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ ഉണ്ടാക്കണം, അത്ര രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മേനെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ അനിയനെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരുത്തന്റെ അടുത്താണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ് ഉണ്ടാക്കുന്നത്. എന്റെ പ്രോസസ്സ്, എന്റെ കമ്മ്യൂണിറ്റി, ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഇന്റർനാഷണലി മാത്രം തുടങ്ങായിരുന്നു. പക്ഷെ വിസിനെ കണക്ട് ആയതുകൊണ്ട് നാട്ടില് പിള്ളേർക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം വിസുമായിട്ട് ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തത്. മാത്രമല്ല നാട്ടിൽ ഇപ്പൊ മൊത്തവും ചീത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. പിള്ളേരെല്ലാം വഴിയേറ്റി പോവുക MD അടിച്ച്. ഓക്കെ, അപ്പം ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പൊ എന്തൊരു ലക്ഷ്യമില്ലാത്ത പിള്ളേരാണ് മിക്ക പിള്ളേരും ഇങ്ങനെ സീനായി പോകുന്നത്. അപ്പൊ അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നും പറഞ്ഞുള്ള ഒരു എയിം വെച്ചാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്യുന്നത്. ആക്ച്വലി എന്റെ വാല്യൂസും ഞാൻ കൊടുക്കുന്ന ക്ലാസ്സസും മേടിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബിസിനസ്സിൽ ഉള്ള ആൾക്കാർ, ഓൾറെഡി മാസങ്ങൾ 5 ലക്ഷത്തിന് മുകളിലെങ്കിലും പൈസ വരുമാനം ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന ബിസിനസ് ഓണേഴ്സ് ആണ് എന്റെ ക്ലയൻസ്. നിങ്ങളിപ്പോ എന്റെ ക്ലയന്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ 499 ഇൻസ്റ്റാ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമാണ്. അതുണ്ടാക്കിയത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും അതേ ടൈമിൽ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയത് അതുകൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? പക്ഷെ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഡീൽ എന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഞാൻ ആദ്യം തുടങ്ങിയത് ഇ-കൊമേഴ്സിലാണ്. ഇ-കൊമേഴ്സിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് വന്ന്, ഡ്രോപ്പ് ഷിപ്പിംഗ് നിന്ന് ഞാൻ ബ്രാൻഡഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് വന്ന്, ബ്രാൻഡഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ മാർക്കറ്റിംഗ് വന്ന്, മാർക്കറ്റിംഗ് ഞാൻ സെയിൽസിൽ വന്ന്, സെയിൽസിൽ നിന്ന് ഞാൻ ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് വന്ന്, ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് നിന്ന് ഞാൻ ഒരു മെന്ററായി, മെന്ററിൽ നിന്ന് ഞാൻ ഒരു കോച്ചായി. ഇപ്പൊ ഞാൻ മൾട്ടിപ്പിൾ ബിസിനസ്സുകൾക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ ബിസിനസ്സുകളെ കോച്ച് ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാനൊരു കോച്ചാണെന്ന്. പക്ഷെ ഇതാണ് എന്റെ ഫൈനൽ സാധനം. ഞാൻ ഈ ഓഡിയോ ഒന്ന് കണ്ടിന്യൂ ആണ്. ഇതാണ് എന്റെ ഫൈനൽ സാധനം. അപ്പൊ ഈ ഫൈനൽ സാധനം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും സ്റ്റെപ്സ് എടുക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ ഈ ഓരോ സ്റ്റെപ്പിന്റെ അടുത്ത് വെച്ച് ഞാൻ ഈ മാർക്കറ്റിംഗിന്റെ അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിലോ എനിക്കിത് മനസ്സിലാവും ഇല്ല. അതേപോലെ ബ്രോ ഇപ്പൊ ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ ഐഡിയാസ് എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാളെ നിങ്ങൾക്ക് ഒരു വലിയ ഡോർ ഓപ്പൺ ചെയ്യും. ആ വലിയ ഡോറിലേക്ക് പോകാനുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ഇവിടുന്ന് പഠിച്ച് വരുമ്പോൾ ഓരോ ലെവലിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ തന്നെ അട്രാക്ട് ആവും. മനസ്സിലായോ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കണം. പൈസയൊക്കെ ഉണ്ടാക്കാം, അത് ജസ്റ്റ് അല്ലാത്ത ഫാക്ടർ. പക്ഷെ അതിനുപരി ഈ ഇൻഫർമേഷൻസ് മനസ്സിലാക്കണം. നമ്മുടെ ഒരു മൈൻഡിൽ സംഭവം എലോൺ മസ്കിന്റെ അത്ര റിച്ച് ആവണം, ഈ ഗാന്ധിന്റെ അപ്പുറത്ത് എടുക്കണം, ആ ഒരു മൈൻഡ് സെറ്റ് വേണം ശരിക്കും. അതെ, ആ ഒരു മൈൻഡ് സെറ്റ് വേണം. ആ ഒരു മൈൻഡ് സെറ്റ്, അതിനാണ് 10x ബുക്ക് ഞാൻ വായിക്കാൻ പറഞ്ഞത്. 10x ബുക്കിനകത്ത് ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. ബിക്കോസ് ആക്ച്വലി ട്രൂത്ത് എന്ന് പറഞ്ഞത് ബ്രോ ബ്രോ ഇപ്പൊ ഈ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങളും എന്റെ ആ കമ്മ്യൂണിറ്റിക്ക് ഞാൻ ഇംഗ്ലീഷിലാണ് ഡെലിവർ ചെയ്യുന്നത്. ബിക്കോസ് ഇന്ത്യ മൊത്തം ഞാൻ ഇമ്പാക്ട് ചെയ്യാതിരിക്കുക ഈ മില്യനേഴ്സ് അക്കാഡമി എന്നുള്ള സാധനം വെച്ച്.
ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ ഉത്തരവും. 31 തിങ്സ് ടു സ്ട്രെങ്തൻ യുവർ മൈൻഡ് സെറ്റ്, 31 പ്രിൻസിപ്പിൾസ്, ബില്യണർ പ്രിൻസിപ്പിൾസ് ഞാൻ ഷെയർ ചെയ്യും അതിനകത്ത്. ബ്രോയ്ക്ക് അതിനകത്ത് ഫ്രീ ആക്സസ് കിട്ടും. ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് ബ്രോയ്ക്ക് അതിനകത്ത് കയറി ആ സാധനങ്ങൾ എടുക്കാം. പിന്നെ രണ്ടാമത് ഇലോൺ മസ്ക്, ഇൻസ്റ്റാഗ്രാമിലുള്ള സ്കൂൾ കമ്മ്യൂണിറ്റി ഇല്ലേ ബ്രോ, സ്കൂൾ കമ്മ്യൂണിറ്റിക്ക് അത് ഞാൻ ഈ സാധനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാം, സത്യം എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്കിന്റെ തലയിലുള്ള ആ ലെവൽ ഓഫ് ജീനിയസ്നെസ് ഉണ്ടല്ലോ, ആ ജീനിയസ്നെസ്, ആ സെയിം ജീനിയസ്നെസ് നമ്മുടെ ഉള്ളിലുണ്ട്, നിന്റെ ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ബിക്കോസ് ഇതാണ് ഒരു ഹ്യൂമനെ ഡിഫൈൻ ചെയ്തത് മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്, 3 സാധനമാണ്. ഓക്കെ, ഇപ്പം ഒരാൾ വന്നിട്ട് പറയാ, എടാ നീ ഒരു സ്കാമറാണ്, നീ കൊള്ളത്തില്ല, നീ മാങ്ങയാണ്, നീ തേങ്ങയാണ്, നീ ഫ്ലോപ്പാണ് എന്ന് പറയുകയാണെങ്കിൽ അത് പറയുന്നത് ആരാ? അവരുടെ മൈൻഡാണ് അത് പറയുന്നത്, അവരുടെ സോളല്ല. സോൾ എന്ന് പറഞ്ഞത് പ്യുവറാണ്. ഇപ്പൊ സോൾ എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് സോളായിട്ട് നമ്മുടെ ഭൂമിയിലോട്ട് നമ്മൾ വരുത്തുള്ളൂ. നമ്മളൊരു പെർഫെക്റ്റ് സോളാണ്, നമുക്ക് ഒരു ലിമിറ്റേഷൻസും ഇല്ല. മനസ്സിലായി? നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾക്ക് ആൾക്കാർ, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ച് നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മുടെ മൈൻഡിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർ തെറി വിളിക്കുമ്പോഴോ ചൂടാവുമ്പോഴോ ഇന്ന കാര്യങ്ങൾ പറയുമ്പോഴോ ഇന്ന ഡൗട്ടുകളോ ഇന്ന പേടികളോ പറയുമ്പോൾ അതൊന്നും അവരല്ല, അത് അവരുടെ മൈൻഡാണ്. മനസ്സിലായി? അപ്പൊ ഇലോൺ മസ്കിലുള്ള അതേ, അപ്പൊ ഈ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ആണ് ആൾക്കാർ മനസ്സിലായി. ഞാനിപ്പോ ഈ പറഞ്ഞ ഇൻഫർമേഷൻ മനസ്സിലാക്കിയ ഒരാളുടെ ജീവിതം നാളെ മാറും. നാളെ തൊട്ട് അവൻ ലൈഫ് കാണുന്നത് അതേപോലെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മില്യൺ എക്സ് അക്കാഡമി ഉണ്ടാക്കിയത്. അതിനകത്ത് ഇമാതിരി സാധനങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യും. അതിനനുസരിച്ച് പിള്ളേർ വളർന്നു വരും. ഇതിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഞാൻ അതിനകത്ത് ഇടുന്ന ഓരോ വീഡിയോസും കാണും, അതിൽ നിന്ന് മനസ്സിലാക്കും. മനസ്സിലാക്കാത്തവരും മനസ്സിലാക്കി പാടുള്ളവർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വന്നിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം, അങ്ങനെയുള്ളവരെ നമ്മൾ പുറത്ത് ഇവര് ഈ മൈൻഡാണ് ഇവരുടെ പ്രശ്നം. അത് അവര് ചെയ്യേണ്ടതാ. അത് ചെയ്യാനുള്ള എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാ ഗ്രൂപ്പിൽ. അത് മനസ്സിലാകുന്നവർ അടുത്ത സ്റ്റേജിലെത്തും. സ്കൂൾ കമ്മ്യൂണിറ്റിയിൽ അത് മനസ്സിലാകുന്നവർ അതിന്റെ അടുത്ത സ്റ്റേജിലെത്തും. മനസ്സിലായില്ലെങ്കിൽ അവരെത്തത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ആരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇൻഫർമേഷൻ പറഞ്ഞു തരാനേ പറ്റൂ. ആക്ഷൻ എടുക്കേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അവർ മനസ്സിലാക്കി ഓരോ ലെവൽ എത്തുന്നതനുസരിച്ച് അവർക്ക് സാധനങ്ങൾ നമ്മൾ കൊടുത്തോണ്ടേയിരിക്കും. ബിക്കോസ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് ഓക്കെ അത് ഞാൻ ചെയ്യാം, എനിക്ക് ഉറപ്പില്ല, എന്നാലും ഞാനത് ചെയ്യും എന്ന് പറഞ്ഞുള്ള ആക്ഷൻ എടുക്കും. അങ്ങനെ ആക്ഷൻ എടുക്കാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പൊതുവേ എനിക്ക് ആ മൈൻഡ് സെറ്റ് തരാൻ ഈ കമ്മ്യൂണിറ്റിയിലൊന്നും മൈൻഡ് സെറ്റ് തന്നിട്ടില്ല. മൈൻഡ് സെറ്റിന്റെ സാധനം ഞാൻ അല്ലാതെ പോയി ഞാൻ പഠിച്ച സാധനമാണ്. മൈക്ക് ബാരോൺ എനിക്ക് തന്നിട്ടുണ്ട്, വേറെ ആരും എനിക്ക് തന്നിട്ടില്ല. വേറെ ആൾക്കാരെല്ലാം എനിക്ക് സിസ്റ്റവും പ്രോസസ്സും മാത്രമേ തന്നിട്ടുള്ളൂ, മൈൻഡ് സെറ്റ് തന്നിട്ടില്ല. മൈൻഡ് സെറ്റ് എനിക്ക് തന്നത് മൈക്ക് ബാരോനാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മൈൻഡ് സെറ്റ് ഇപ്പൊ ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്നത്. ആ മൈൻഡ് സെറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ, കനേഡിയൻസ് എങ്ങനെയാണ് അവിടെ അവർക്ക് പെട്ടെന്ന് റിച്ച് ആണെന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അവർക്ക്? അല്ല ബ്രോ, ഇവിടെ കനേഡിയൻസ് അങ്ങനെയൊന്നുമല്ല. ഇവിടെ എല്ലാവരും ട്രാപ്പിലാണ് ബ്രോ. കാനഡ വന്നാലും എല്ലാവരും ഇവിടെ വർക്കിന് പോവുക. ഓക്കെ, ഞാൻ ഇവിടുത്തെ കനേഡിയൻസിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കനേഡിയൻ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ അമ്മമാർ അവരുടെ ഫാമിലീസ് വളർന്നു വന്നത് ജോലി എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അവളും ജോലി എന്നുള്ള രീതിയിലാണ്. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക, ഇങ്ങനൊന്നും അവരുടെ തലയിൽ പോലും ഇല്ല. ഇങ്ങനെയൊക്കെ എൻ്റെ തലയിൽ വന്നത് കൊണ്ട് വരാൻ എവിടെ ആർക്കും വേണമെങ്കിലും വരാൻ ബ്രോ. എനിക്കിത് വന്നത് കൊണ്ട് ഞാൻ പോയി കണക്ട് ചെയ്ത്, ഞാൻ കാനഡയിൽ ആരുമല്ല എന്നെ പഠിപ്പിച്ചത്. എന്നെ അമേരിക്കയിലുള്ള മെന്റേഴ്സിന്റെ ഗ്രാൻഡ് കാർഡും ബില്യണർ അമേരിക്കയിലാണ്, റസൽ ബ്രൺസൺ ബില്യണർ അമേരിക്കയിലാണ്, മൈക്ക് ബാരോൺ അമേരിക്കയിലാണ്. മനസ്സിലാവും? അപ്പം എവിടെ ആണെന്നുള്ള കാര്യമില്ല, എന്ത് മൈൻഡ് സെറ്റ് ഉണ്ടെന്നുള്ള കാര്യം. ആ മൈൻഡ് സെറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ആള് ഈ ലോകത്ത് എവിടെ ഉണ്ടോ അയാളുമായിട്ട് കണക്ട് ആവുക. നമ്മളിപ്പോ ബേസിക് ആയിട്ട് പഠിക്കണം എന്താ സ്കില്ല, ഡിജിറ്റലായിട്ട് എക്സൽ ഷീറ്റ്, പവർ പോയിന്റ്, അതൊന്നും അല്ല ബ്രോ. അതെന്നൊക്കെ പറഞ്ഞാൽ ഡെലിക്കേറ്റ് ചെയ്യുന്ന സ്കില്ല്. നമ്മൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മില്യനർ ആവണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്പർ 1 കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഹൈ ലെവല് പഠിക്കുക. നമ്പർ 2 മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കുക. മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാക്കും, എങ്ങനെ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യും, അങ്ങനെ അറിഞ്ഞറിയാം. ഞാൻ ഇപ്പൊ പോയി എഡിറ്റിംഗ് പഠിച്ചാൽ നാളെ എനിക്കൊരു കോടികൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെ ഞാൻ ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യും? അതുകൊണ്ട് ഒരു എഡിറ്ററിനെ ഹയർ ചെയ്യുക. മനസ്സിലായി? there is 4 level of value ബ്രോ, 4 level of value. ഇതാണ്ട് ഇത് ശ്രദ്ധിച്ചു കേട്ടോ. സോ ഫസ്റ്റ് ലെവൽ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആണ്. ഓക്കെ, ഫസ്റ്റ് ലെവൽ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആണ്.
നമ്മൾ ഒരു ജോലി എടുക്കും 9 to ജോലി എടുക്കും, അതിന് ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും കൂടിപ്പോയാൽ. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ കൂടിപ്പോയാൽ മാസം ഒരു വർഷം 50,000, 60,000, 65,000, $75,000 അത്രയൊക്കെ പറ്റും, കൂടിപ്പോയാൽ 100,000 ഈ വർക്കിംഗ് ജോബിൽ. അത് കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് ലെവൽ ഓഫ് വാല്യൂ ഇൻ ദിസ് വേൾഡ് ഈസ് മാനേജ്മെന്റ് സ്കിൽസ്. അപ്പൊ ഈ വർക്കേഴ്സിനെ മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പൊ നാളെ നീ ഇപ്പൊ അപ്പൊ അവനൊരു ക്യാപ്പ് ഉണ്ട്, എനിക്ക് എങ്ങനെ വലിയ 100,000 ഉണ്ടാക്കാൻ പറ്റും, നാളെ ഞാൻ ഇനി ടോപ്പായെന്നിരിക്കട്ടെ, എന്റെ വർക്കിൽ എത്ര ടോപ്പായാലും എനിക്ക് 100 ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ദർ ഇസ് എ ക്യാപ്പ്, ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല, മനസ്സിലായോ? പക്ഷെ സെക്കൻഡ് ലെവൽ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ലെവൽ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ, സോ സെക്കൻഡ് ലെവൽ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് മാനേജ്മെന്റ്സ്. ഓക്കെ, മാനേജ്മെന്റ് സ്കിൽസ്. അപ്പം ഈ വർക്കേഴ്സിനെ മാനേജ് ചെയ്യുക, അതാണ് സെക്കൻഡ് ലെവൽ ഓഫ് വാല്യൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തേർഡ് ലെവൽ ഓഫ് വാല്യൂ വരും. തേർഡ് ലെവൽ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് വലുതാണ്. ഓക്കെ, അപ്പൊ തേർഡ് ലെവൽ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ആക്ടേഴ്സ്, സിനിമാ നടന്മാര്, സിംഗേഴ്സ്, പിന്നെ കോച്ചസ്. ഇപ്പൊ ഞാൻ കോച്ചാണ്, ഞാൻ എന്തോ ഇപ്പൊ ചെയ്യുന്നത് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. സെയിൽസ് പീപ്പിൾ, ഹൈ ടിക്കറ്റ് സെയിൽസ്, ഇവരെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതെന്താണ്? സെക്കൻഡ് ലെവൽ ഓഫ് വാല്യൂ ആണ്. നമ്മളിപ്പോ ബാക്കിൽ നിന്ന് മുകളിലോട്ട് പോവുക, സെക്കൻഡ് ലെവൽ ഓഫ് വാല്യൂ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള, നാളെ എനിക്കൊരു മാനേജറിനെ ഹയർ ചെയ്ത് ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാം. അതാണ് ഞാനിപ്പോ ചെയ്യുന്നത്, മനസ്സിലായോ? ബ്രോ ഇപ്പം ബാക്കിയുള്ളവർ ചെയ്ത് അവരെ വർക്ക് ചെയ്യണം, അവരെ മാനേജ് ചെയ്യുന്ന ബ്രോ. അത് കഴിഞ്ഞ് അടുത്ത ലെവല് വേറെ ഇപ്പം. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് തിങ്ക് ചെയ്യും. അതൊക്കെ ബിൽ ഗേറ്റ്സ്, ബില്യനേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇങ്ങനെ ഇരുന്ന് ഒരു ഐഡിയ തിങ്ക് ചെയ്യും. അവരുടെ മൈൻഡിൽ ഒരു ഐഡിയ വരും, പിന്നെ അവർക്കൊരു ടീമുണ്ട്, അവർക്കൊരു എക്സിക്യൂട്ടീവിന്റെ ഒരു ടീമുണ്ട്. ആ ടീമിൽ അവർ നാളെ അവന്മാര് ഒരു 20 million ഇട്ടിട്ട് ഒരു 500 million തിരിച്ചു പോയത്. ബിക്കോസ് അവരുടെ അവയർനെസിന്റെ വാല്യൂ. അതാണ് സ്കിൽസ്. ഇതാണ് 4 ലെവൽ ഓഫ് വാല്യൂ. ഇതിൽ ഹയർ ലെവൽ ഓഫ് വാല്യൂ പഠിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ചെറിയ ലെവൽ ഓഫ് വാല്യൂ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായോ? ഇപ്പൊ പിന്നെ വേറെ ഒരു സാധനമുണ്ട്, ലെവൽ 10 ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ഇപ്പം എനിക്കിപ്പോ ലെവൽ 10 സ്കിൽ സെറ്റ് ഉണ്ട്. നിങ്ങളുടെ സ്കിൽ സെറ്റും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി വെഹിക്കിളും അലൈൻഡ് ആയിരിക്കണം. ഇപ്പൊ എന്റെ സ്കിൽ സെറ്റ് ഇപ്പൊ ലെവൽ 10 ആണെന്നിരിക്കട്ടെ, ഞാനിപ്പോ വിൽക്കുന്നത് ഇൻസ്റ്റാ ബ്ലൂ പ്രിന്റ്, അതിന്റെ പ്രൈസ് 499. അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റി ഏത് ലെവൽ ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും? അതൊരു ലെവൽ 10 ഓപ്പർച്യൂണിറ്റി ആണോ? അല്ലല്ലോ. അതെങ്ങനെ പോയാലും ഒരു ലെവൽ 3 ഓപ്പർച്യൂണിറ്റി വരത്തേ ഉള്ളൂ മാക്സിമം. ഞാനപ്പോ റോങ് ഓപ്പർച്യൂണിറ്റി, പക്ഷെ ഇത് ഞാൻ എന്റെ ഹയർ ഓപ്പർച്യൂണിറ്റി വെഹിക്കിളിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്, റൈറ്റ്? അതുകൊണ്ട് അത് സീനുള്ള കാര്യമല്ല. ബട്ട് നാളെ ഞാനൊരു മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം ചെയ്യുന്ന ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട്, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾക്ക് എങ്ങനെ കോടികളിൽ എത്തണം എന്നുള്ളൊരു ബിസിനസ് ഇത് ക്രിയേറ്റ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പം എന്റെ ക്ലയൻസ് ആരൊക്കെയാ? ബിസിനസ് മാൻ. ഇപ്പം എന്റെ ഓപ്പർച്യൂണിറ്റി ഏതാ? എന്റെ സ്കിൽ സെറ്റ് ലെവൽ 10, എന്റെ ഓപ്പർച്യൂണിറ്റി ലെവൽ 10. അങ്ങനെ അലൈൻ ആകുമ്പോഴാണ് നമ്മൾ കോടികൾ ഉണ്ടാകുന്നത്. കോടികൾ കോൺസിസ്റ്റന്റ്ലി ഉണ്ടാകുന്നത് എല്ലാ മാസവും, മനസ്സിലായി?